ആന്തോളനം ദോളനം മധുരിപു ഭഗവാൻ മാനസമുരളിയെ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പാ ശരണം നാരായണ. ശ്രീകൃഷ്ണ അവതാരക്രമം തുടർച്ചയാണ് വായിക്കുന്നത്. നാരായണ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഫോണിൽ കൂടി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദരമന്ദഹാസം വാതാലയേശ്വരമനിശം ഹൃദി ഭാവയാമി. നാരായണ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. മഹാഗണപതേ നമഃ. സർവേശ്വര ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം നാരായണ. അഗ്നേയദാ ദാരുഭ്യോ ഹയോഗയോ രദൃഷ്ടദോ അന്യന്നാം നിമിത്തമസ്തി ഏവം ഹി ജന്ധോരവി തുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതോ. നാരായണ. കാട്ടുതീ ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ വിയോഗവും ചേർച്ചയുണ്ടാകുന്നു. അതായത് അടുത്തു നിൽക്കുന്ന മരങ്ങൾ നശിക്കാതെ ദൂരെയുള്ളവ നശിക്കുന്നത് കാണാം. ഇതിന് കാരണം അദൃഷ്ടമാണ്. അന്യകാരണമൊന്നുമില്ല. പ്രാണികൾക്ക് ഓരോരോ ദേഹം കിട്ടുന്നതിനും നശിക്കുന്നതിനും കാരണം അദൃഷ്ടം തന്നെ. ഇവരുടെയും ഇവന്റെയും അദൃഷ്ടം എന്താണെന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല. ഏവം വിമൃശ്യതം ഭാവം യാവദാത്മനീ ദർശനം പൂജയാമാസ വൈ ശൗര്യർ ബഹുമാന പുരസ്സരം. പ്രകാരം ബുദ്ധിശക്തിക്ക് യോജിച്ച വിധം ആലോചിച്ചിട്ട് സഹോദരി വധം എന്ന പാപം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന കംസനെ വാസുദേവൻ ബഹുമാനത്തോടുകൂടി പൂജിച്ചു. പ്രസന്നവദനാം ഭോജോ നൃശംസം നിരവത്രകം മനസാ ദൂയമാനേന വിഹസന്നിധ വബ്രവീത്. മനസ്സ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും പ്രസന്നമായ മുഖത്തിൽ മന്ദഹാസം വരുത്തിക്കൊണ്ട് അല്പവും ലജ്ജയില്ലാതെ ആ ക്രൂരനായ കംസനോട് വാസുദേവർ ഇപ്രകാരം പറയാണ്. വാസുദേവോ വരം ജ്ഞാഹസ്യസ്തേ വയം സൗമ്യ യത് വാഹാഹ ശരീരിണേ പുത്രാൻ സമർപ്പയിഷ്യാ അസ്യാം യദസ്തേ വയമുദ്ധ്യതം. നാരായണ. വാസുദേവൻ പറയാണ്, ഹേ സാധുശീല, അശരീരി വാക്കിൽ ഇവൾ അങ്ങയെ വധിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതിനാൽ ഇവൾ വധിക്കുമെന്ന് ഭയം വേണ്ട. ഇവരുടെ പുത്രന്മാരിൽ നിന്നും മരണമുണ്ടാകുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ ഇവരുടെ പുത്രന്മാരെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നതാണ്. ദേവകിയുടെ പുത്രന്മാരെ കംസന് സമർപ്പിക്കാമെന്ന് വാസുദേവർ പറയാണ്. ശ്രീ ശുഭോപജാം സുസുർവദാനി വവ്രതേ കംസസ്താദുഃഖ്യാ സാരവേത് വാസുദേവോ അഭീതം പ്രീത പ്രശംസ്യാ പ്രവിശത് ഗൃഹം. ശ്രീ ശുഭം പറഞ്ഞു, വാസുദേവന്റെ വാക്കുകളുടെ യുക്തിയെ അറിയുന്നവനായ കംസൻ
ശാന്തനായി സഹോദരിയുടെ വധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. വാസുദേവനും സന്തുഷ്ടനായി അവനെ പ്രശംസിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. അധകാല ഉവാവൃത്തേ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുക്ഷുവേ ചാഷ്ടൗ കന്യാ ശൈവാനുവത്സരം. അനന്തരം കാലം സമീപിച്ചപ്പോൾ സർവദേവ സ്വരൂപിണിയായ ദേവകി 8 പുത്രന്മാരും ഒരു പുത്രിയെയും കൊല്ലന്തോറും പ്രസവിച്ചു. നാരായണ ഭഗവാൻ ദേവകിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ അവൾ സർവദേവതാ സ്വരൂപിണിയാണ്. മാത്രമല്ല മുൻജന്മത്തിൽ ദേവകി സർവദേവന്മാരുടെയും മാതാവായ അതിഥി ആയിരുന്നു. നാരായണ കീർത്തിമന്ധം പ്രഥമജം കംസായാന കുന്ദുദുബി അർപ്പയാമാസ കൃഷ്ണേണാസോ അന്തൃദാദീവിഹ്വല. അനഘ ബന്ധുവിയായ വാസുദേവൻ ഒന്നാമത് ജാതനായ കീർത്തിമാൻ എന്ന പുത്രനെ പുത്രസ്നേഹം ഉണ്ടെങ്കിലും അസത്യം പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് വളരെ ദുഃഖിതനും വിവശനുമായ കംസന് സമർപ്പിച്ചു. സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിമക്കാര്യം കദല്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനം. സാധുക്കളായവർക്ക് സഹിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല, വിദ്വാൻമാർക്ക് അപേക്ഷിക്കാത്തതായി ഒന്നുമില്ല, ശുദ്രന്മാർക്ക് ചെയ്യാൻ പാടില്ലാത്തതായി ഒന്നുമില്ല, ആത്മാവിനെ ശരിയായി ധരിച്ചിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയാത്തതായി എന്തുണ്ട്? വാസുദേവർ ചിന്തിക്കുകയാണ്. ദൃഷ്ട്വാ സമത്വം തച്ചൂരേ സത്യാക്ഷൈവ വ്യവസ്ഥിതം കംസസ്തുഷ്ടമാന രാജൻ വാസുദേവന്റെ സമത്വഭാവനയും ഉറച്ച സത്യനിഷ്ഠയെ കണ്ടിട്ട് രാജൻ കംസൻ സന്തോഷിച്ചു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പ്രതീയാദോ കുമാരോയം നാം ഹ്യാസ്മാദസ്തി മേ ഭയം അഷ്ടമ ഇവയോർഘർ മൃത്യുമേ വിഹിതക്കില. ഈ കുമാരനിൽ നിന്നും എനിക്ക് ഭയമില്ല. നിങ്ങൾ രണ്ടുപേരുടെയും 8ാമത്തെ ഗർഭത്തിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കുമെന്നാണ് പറയപ്പെട്ടത്. അതിനാൽ ഈ കുഞ്ഞിനെ മടക്കി കൊണ്ടുപോയിക്കൊള്ളുക. കംസൻ വാസുദേവരോട് പുത്രനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാണ്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് പുത്രനെ സ്വീകരിച്ചിട്ട് വാസുദേവൻ മടങ്ങിപ്പോയി. എന്നാൽ ജന്മന ദുഷ്ടനും അസ്ഥിരചിത്തനുമായ കംസനെ കുറിച്ച് ഉള്ളിൽ സന്തോഷിച്ചില്ല. നന്ദാധ്യായേ വ്രജേ ഗോവാ യശ്ചാമിക്ഷാംചരുഷിതാം വിഷ്ണയോ വാസുദേവാധ്യ ദേവക്യാധ്യാ യദുസ്ത്രിയേ. നാരായണ സർവേ വൈ ദേവതാ പ്രായ ഉഭയോരവി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേജ കംസ മനുവ്രത ഏതത് കംസായ ഭഗവാൻ ശശംസാഭേദ്യം നാരദ ഭൂമേർഭാരായ മാണാനാം ദൈത്യനാം ച വധോദ്യമം. നാരായണ ശ്രീ വാസുദേവൻ പോയപ്പോൾ നാരദ ഋഷി കംസന്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു. ഹേ കംസ, ഭൂമിക്ക് ഭാരമായിരിക്കുന്ന അസുരന്മാരെ വധിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുന്നു, മനസ്സിലാക്കുക. ഇനി വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കുക. നാരദൻ കംസനോട് പറയാണ്. കംസോ യദ്മത്വാ സുരാദിദേ ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സുപദം പ്രതി. നാരദ ഋഷി പ്രകാരം പറഞ്ഞിട്ട് പോയപ്പോൾ വാസുദേവാദി യദുക്കൾ ദേവാംശ സംഭവന്മാരാണെന്നും തന്റെ വധത്തിന് വേണ്ടി ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കാൻ പോകുന്ന 8ാമത്തെ പുത്രൻ മഹാവിഷ്ണുവാണെന്നും കംസൻ ആലോചിച്ചുറക്കുകയാണ്. ദേവകിം വാസുദേവം ച നിഗൃഹ്യ നിഗടൈ ഗൃഹേ ജാതമവൻ പുത്രം തായോര ജനശങ്ക
കൊണ്ട് ഗൃഹത്തിൽ ബന്ധിച്ചിട്ടു. അവർക്കുണ്ടാവുന്ന പുത്രൻ സാധാരണ കർമ്മബന്ധത്തിന് അധീനായിരിക്കുന്ന ജീവനായിരിക്കുകയില്ല. അവർക്കുണ്ടാകുന്ന പുത്രന്മാരെല്ലാം വിഷ്ണു ആയിരിക്കും എന്ന് സംശയിച്ചാൽ അവരെയെല്ലാം വധിച്ചു. മാധരം പിതരം ഭ്രാതുൻ സർവാശ്ച സുഹൃദസ്തഥാ ഗ്നന്തി ഹ്യാസുതൃപോ ലുബ്ധോ രാജന്ന പ്രയേശോ ഭുവി. കംസൻ ഇങ്ങനെ ചെയ്തതിൽ അതിശയമില്ല. ഭൂമിയിൽ പ്രാണനെ പോഷിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരും ലുബ്ധന്മാരുമായ രാജാക്കന്മാർ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും തനിക്കെതിരെ നിന്ന് കരുതുന്ന സർവരെയും കൊല്ലുന്നു. ആത്മാനമിക സംജാതം ജാനാൻ പ്രാപ്വിഷ്ണുനാഹതം മഹാസുരം കാലേ ദേവീം യദുബീസ വ്യരൂധ്യത. കഴിഞ്ഞ ജന്മത്തിൽ വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട കാലനേമി എന്ന മഹാസുരനാണ് ഈ ജന്മത്തിൽ ഇവിടെ കംസനായി ജനിച്ചിരിക്കുന്നത്. മനസ്സിലാക്കിയിട്ട് പൂർവ്വജന്മത്തിലെ വൈരികളായിരുന്ന യദുക്കളോട് വിരോധം പ്രവർത്തനം ആരംഭിച്ചു. ഉഗ്രസേനം ച പിതരം യദുഘോഷാദ്ധകാദിവം സ്വയം നിഗൃഹ്യ ഭുജേ ശുദ്ധസേനാൻ മഹാബല. നാരായണ, യദുക്കളെയും ഭോജന്മാരെയും അന്തകന്മാരെയും നന്നായി സംരക്ഷിക്കുന്ന അവരുടെ രാജാവായ ഉഗ്രസേന രാജാവിന്റെയും മാതാവിന്റെയും പിടിച്ചുകിട്ടി ശൂരസേന രാജ്യങ്ങളെ തന്റെ കീഴിലാക്കിക്കൊണ്ട് താൻ തന്നെ രാജാവായി രാജസുഖത്തെ അനുഭവിച്ചു തുടങ്ങി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യ സംഹിതയാം ദശമസ്കന്ധേ പൂർവാദേ ശ്രീകൃഷ്ണവതാരംഭേ പ്രഥമോധ്യായാം നാരായണ. അടുത്ത അധ്യായം അത് ദ്വിതീയോധ്യായ 2-ാം അധ്യായം. ഭഗവാന്റെ ദേവകി ഗർഭപ്രവേശനം, ദേവന്മാരുടെ സ്തുതി. നാരായണ. ഇത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. നാരായണ.